ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ ഫയർ. ലാലേട്ടൻ ഫയർ, അതെ. ഇത്രകാലം ലാലേട്ടൻ എങ്ങനെയാണോ കാണാൻ മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത്, വേറെ ലെവൽ. പ്രൊമോ പ്രോമിസ് ആയ ദിവസമാണെന്ന് ബിഗ് ബോസ് അതും ചരിത്രമാക്കി മാറ്റി. അതെ, അത് മാത്രമല്ല, അനുമോൾ പറഞ്ഞ വാക്ക് പാലിച്ചു. TRP കൊടുക്കുന്നു പറഞ്ഞു, TRP കൊടുത്തു. അതിന്റെ ഒരു അഹങ്കാരം കണ്ടില്ല ആ മുഖത്ത്. എന്തൊരു നിഷ്കളങ്കമായ കൊടുത്തതിനുള്ളത് കിട്ടുകയും ചെയ്തു. അതെ, എന്ത് ഗതികെട്ടൊരവസ്ഥ അനുമോളത്. അനുമോൾ PR-ന്റെ ഒക്കെ, ഞാൻ വേറൊരു കാര്യം പറയാം, ഞാൻ കുറെ ഗ്രൂപ്പുകളിലൊക്കെ ലാലേട്ടൻ ഇന്ന് അനുമോളിനിട്ട് വരട്ടിയതിന്റെ തുടർന്ന് നാളെ മുതൽ അനുമോൾ ഇച്ചിമുള്ളി ഫാൻസ് ഇറങ്ങി ലാലേട്ടനെ തീർക്കുന്നോ. അതെ, ചില ഫാൻസ് ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് അത് അവരല്ല, മനഃപൂർവ്വം അവരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് പ്രൊഫൈൽസ് ഇറങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അല്ല, അനുമോളുടെ ഇത്രയും വലിയൊരു ഫാൻസിനോടുള്ള ചെറിയ റിക്വസ്റ്റ് ആണ്, ലാലേട്ടനെ പോലെ വളർന്നു വലുതായി വരികയാണ്, ആ പാവത്തിനെ മുളയിൽ നിന്നുള്ളത് പ്ലീസ് ലാലേട്ടൻ ഒന്ന് ജീവിച്ചോട്ടെ. അനുമോൾ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത്രയും റേഞ്ചിലുള്ള ആൾക്കാർ, അതുകൊണ്ടാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്തിന് നരേന്ദ്രമോദിനെ വരെ താഴ്ത്തിറക്കാൻ കപ്പാസിറ്റി ഇപ്പോഴാണ് വരെ ജയിപ്പിക്കും. മാത്രല്ല, ഇപ്പൊ എന്താ വെച്ചാൽ അനുമോളെ ഫാൻസിന് ഇപ്പൊ നല്ല സ്ട്രോങ് ആയിരിക്കും, കാരണം ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിരിക്കുന്ന സമയമല്ലേ. അങ്ങനെ കുട്ടികളിലേക്ക് ഞാൻ ഒരിക്കലും കൊടുക്കില്ല, കാരണം കുട്ടികൾക്ക് ഒരിക്കലും ഒരു മാതൃകയല്ല അനുമോൾ. മനസ്സിലായോ? പേരില് മാത്രമേ മോളൂ. അതെ, ഞാൻ അനുമോളെ കൊടുക്കുന്നത് മറ്റേ ഈ കലിങ്കിന്റെ പുറത്ത് ഈ മറ്റേ ഗോസിപ്പ് ടീംസ് ഉണ്ടല്ലോ, അവരുടെ നമ്മളൊപ്പം കൂടാം, കാറിൽ ഞങ്ങളൊരു സ്പേസ് തരാം, അനുമോക്ക് ഇവിടെ കൂടാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഗ്യാങ്ങിലേക്ക് അനുമോക്ക് സ്വാഗതം. സംഗതി ഫേക്കാന്നാണ് അനുമോളുടെ ഒഫീഷ്യൽ PR ടീം പറയുന്നത്. അനുമോളെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ആരോ ഇറങ്ങിയതാണെന്നാണ് പറയുന്നത്. ലാലേട്ടന്റെ പേജിൽ ചാകരയാവാഞ്ഞാൽ മതി. ഈ പറയാൻ പറ്റില്ല, അനുമോളെ പേര് പറഞ്ഞ ആരെങ്കിലും അവിടെ പോയിട്ടേ ഇവരെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചെയ്താലും ചെയ്യുണ്ടോ പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാടെ. ബട്ട് ഇത്രയും അഡമന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി, അല്ല, അനുമോക്കുള്ള ഒരു കോൺഫിഡൻസ് എന്താന്ന് അറിയോ, ഞാൻ ഇങ്ങനെ നിന്നാ എന്നെ PR ബാക്കി പൊക്കിക്കോളും എന്നുള്ള വിചാരിച്ചിട്ടായിരിക്കും. മാത്രമല്ല, ഇനിയിപ്പോ താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് തെറ്റായി എന്നുള്ളത് സമ്മതിച്ച പോലെ. അല്ല, അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതില് കാണുന്ന പ്രേക്ഷകരോട് ശ്രദ്ധയ്ക്കാണ് പറയുന്നത്. എല്ലാ ചാനലിലും ഇങ്ങനെ കാണുന്ന ഒരു വോട്ടിങ്ങിന്റെ പാറ്റേൺ ഉണ്ടല്ലോ, ടോപ്പിൽ അനുമോൾ എന്നുള്ളത്. ടു ബി ഹോണസ്റ്റ്, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഇപ്പോൾ ഞാൻ പ്രീവിയസ് കണ്ടസ്റ്റൻ്റ് ആണ്, നമുക്ക് അത്യാവശ്യം കണക്ഷൻസ് ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു വിവരം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാമല്ലോ. അനുമോക്ക് കഴിഞ്ഞൊരു 1.5 ആഴ്ചയായിട്ട് PR തള്ളിക്കയറ്റുന്ന വോട്ടല്ലാതെ ഒരു വോട്ടുമില്ല മക്കളെ, ഉള്ളതൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അത് ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും കാണിച്ച് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് കണ്ടന്റ് കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഒരു കണ്ടന്റ് കൊടുക്കാം, പക്ഷേ ഇത്ര അറഗൻസിലൊക്കെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ PR ഫുൾ വോട്ടും PR ഇടേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ ചെല്ലും. ഇതൊന്നും കേരളത്തിലെ കുടുംബ പ്രേക്ഷകരോ അല്ലെങ്കിൽ കുല സ്ത്രീ കൺസെപ്റ്റുള്ളവരൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇത് ആർക്കാണെങ്കിലും അറഗൻസ് ഈസ് അറഗൻസ്. ഓക്കെ, ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്താണെങ്കിൽ ലാലേട്ടൻ അടിപൊളിയായിട്ട് തുടങ്ങി. അനുമോൾ ആദ്യം സിനിമ കണ്ടു പറഞ്ഞിട്ട് എന്താ പറയുന്നത്, സിനിമ കഴിഞ്ഞതും ലാലേട്ടൻ നാണമില്ല ആദ്യമായിട്ടൊരു കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് നാണമില്ലെന്ന് ചോദിച്ചത്. അത് മാത്രമല്ല, ബിഗ് ബോസിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലായോ, അവരാ സാധനം ഒന്നും പിന്നെ കാണിച്ചില്ല. അവർ സാധനം ഒന്നും കാണിച്ചില്ല, ഒരു കാര്യം. ലാസ്റ്റ് വീക്കിന്റെ കാര്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു കാര്യം ഒന്നും കാണിച്ചില്ല. ദാറ്റ്സ് റിയലി ഗുഡ് അല്ലേ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നും ഒരു എൻടോസ് ചെയ്തില്ല, ഒന്നും ഒരു കാണിച്ചില്ല. ദാറ്റ്സ് റിയലി ഗുഡ് ആൻഡ് വളരെ ക്ലാസ് ആയിട്ട് ഡീൽ ചെയ്തു. അടിപൊളി. ലാലേട്ടൻ എസ്പെഷ്യലി പവറായിട്ട് ആ സാധനം ഡീൽ ചെയ്തു. നല്ല രീതിയിൽ അനുവിന് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനുവിന് കൊട്ടി കിട്ടുന്ന മനസ്സിലായിട്ടും ചങ്ക് പൊട്ടിയിട്ടാണ് അനുമോൾ അവിടെ നിന്നത്. ആ ഒരു കോൺഫിഡൻസ് മുഖത്ത് എവിടെയോ കാണാണ്ടായിരുന്നു. അത് കഴിഞ്ഞ മസ്താനിക്ക് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ, അതല്ല അത് പിന്നെ പറയാം, അത് കുറച്ച് കഴിയട്ടെ. മസ്താനി തുടക്കത്തിൽ തന്നെ പെട്ടു, മുഖം മാറി, ആകെ വെള്ളറി, ആകെ വിഷയത്തിലായിരുന്നു മസ്താനി. ജിഷിൻ അതിലൊരു കാര്യം പറയാലോ, മണ്ടങ്കാടാണ് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു. കാരണം ആ ഒരു മണ്ടത്തരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ഒരു ക്വാളിറ്റി തെറ്റാന്ന് സമ്മതിച്ചു. ഇനിയിപ്പോ ഉള്ളിലുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, പുറത്തെന്തായാലും നമ്മളോട് എല്ലാവരോടും മാപ്പ് ചോദിച്ചു. ലാലേട്ടനോട് ചോദിച്ചു, ബിഗ് ബോസിനോട് ചോദിച്ചു, പുറത്ത് നാട്ടുകാരോട് ചോദിച്ചു, കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു. അവരോട് എസ്പെഷ്യലി നീച്ചു പോയി ആരിനോടും കിസ്. അത് ഗുഡ് ആക്ടാണ്, നല്ലൊരു ആക്ടാണ് ജിഷിൻ ചെയ്തത്. അതിന് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യാം, നല്ല കാര്യമാണ് ചെയ്തത്. പ്രവീൺ പ്രൂഫ്സ് ടു ബി എന്താ പറയാ, ഒരു സ്റ്റാൻഡും ഇല്ലാത്ത, ഒരു രീതിയിലും അല്ലെ ഒട്ടും ഒന്നും ഇല്ലാത്തൊരു വെറും മനസ്സിലായി
സാബുമോൻ പിന്നെ തുറന്ന് പറഞ്ഞു ലാലേട്ടനോട്, പ്രത്യേകിച്ച് ഇങ്ങൊന്നും ചെയ്യാനില്ല ഇവിടെ. നമുക്ക് തന്നെ പറഞ്ഞു ഞാൻ ഒരാഴ്ചയും കൂടെ ഒക്കെ മാക്സിമം സാബുമാനൊക്കെ അടുത്ത വോട്ടിങ്ങിൽ വന്ന ചോദിച്ചില്ല പിന്നെ നാളെ നിങ്ങൾക്ക് എക്സാം അല്ലേ ഇതൊന്നും വലിയ എക്സാം അല്ലേ പഠിക്കാൻ. ലക്ഷ്മി ലക്ഷ്മി അനുമോൾക്ക് ഒട്ടും കൊട്ടി. അത് മാത്രല്ല ലക്ഷ്മി നൈസായിട്ട് ഇത് കൂടി അണ്ടർ കളിച്ചു. അതായത് ഇന്നത്തെ എപ്പിസോഡ് വായ തുറന്ന സീനാന്ന് മനസ്സിലായതുകൊണ്ട് നൈസായിട്ട് സ്കൂട്ടായി. ലക്ഷ്മി അനുമോക്കിട്ട് 2 കൊട്ടും കൊട്ടി, ലക്ഷ്മി മുങ്ങി. ഇന്നത്തെ ഷോ മൊത്തം കൊണ്ടുപോയത് ഒന്ന് ലാലേട്ടൻ, ഒന്ന് അക്ബർ. അക്ബർ ഷോ ആണ്. ഞാൻ അക്ബറിനോട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അക്ബർ ഫാനായി ഈ ഒരു എപ്പിസോഡ്. അക്ബർ അടിപൊളിയാണ്. അക്ബർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതിപ്പോ പാട്ട് എഴുതിയപ്പോ നമുക്ക് മനസ്സിലായി. ഒരു മെറ്റീരിയൽ കറക്റ്റ്, ഒരു പക്ക എന്റർടൈൻമെന്റ് ഉണ്ട്. ബിഗ് ബോസ് മെറ്റീരിയലാണ്, പക്ക മെറ്റീരിയൽ. കിടിലായിട്ട് അക്ബർ ഇന്നത്തെ എൻറ്റയർ എപ്പിസോഡ് ഹാൻഡിൽ ചെയ്തു. നന്നായിട്ട് അക്ബറിനെ ഒനിയിൽ അതിന്റെ ഇടയിൽ കൂടി ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഞാനും പോയേന്ന്. ഞാൻ കണ്ടതിൽ 2 ആളേ ഉള്ളൂ. ഇന്ന് ലക്ഷ്മി മാറി വേറെ പോയിരുന്നു, അക്ബർ നീച്ച് പോയി. ഈ 2 ആൾക്കാരേ ഉള്ളൂ. അഭിലാഷിനെ എനിക്കൊന്നും, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സീസണിലെ ഞാനായി മാറുകയാണ് അഭിലാഷ്. എനിക്ക് വേറെ ഒന്നും പറയാല്ല. വെരി അൺഫോർച്ചുനേറ്റ് എന്നേ പറയാനുള്ളൂ. ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇന്നും കണ്ടല്ലോ, ഒരു ഉണ്ണിക്കണ്ണൻ സ്കീമിൽ വിളിച്ചു കഴിഞ്ഞാൽ അഭിലാഷ് അവിടെ പെട്ടു. അത് മാത്രല്ല അക്ബർ അഭിലാഷിന്റെ ഒരു വിചാരം എന്താ വെച്ചാൽ അതെന്തോ പുറത്ത് ഭയങ്കര ഒരു മാന്യത അങ്ങനത്തെ ഒക്കെ രീതിയിൽ പോകേണ്ടതാണ് വിചാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല അത് അഭിലാഷിന് ഹെയ്റ്റ് ഉണ്ടാവില്ല പുറത്തിറങ്ങി, അതങ്ങനെ സാധനമുണ്ട്. ബട്ട് സ്റ്റിൽ അഭിലാഷ് ഇനി വീട്ടിൽ ഒറ്റപ്പെടും. കാരണം കുറച്ച് ദിവസമായിട്ട് അഭിലാഷ് പറഞ്ഞ മറ്റേ വൈൽഡ് കാർഡ്സിനെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു സീനുണ്ട്. അപ്പൊ അബീന്റെ ഒരു സ്റ്റാൻഡ് അങ്ങനെയായിരുന്നു. പിന്നെ അനുമോള് പറഞ്ഞത് എന്റെ കൂടെ ഫസ്റ്റ് വന്ന ദിവസം കൂടെ അഭിനയിച്ചാണ് മൊയ്തീനെ വേറെ കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ ഇവന്റെ ഒരു പക്ക ഹിന്ദി ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ആര് ഈ നമ്മള് വെറുത്ത് ശങ്കരൻകുട്ടിനെ ഇഷ്ടപ്പെട്ട ആളെന്താ പറയാ, ആളൊരു പൊട്ടിത്തെറിയും ഒരു സംഗതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആളൊരു പക്ക ഗെയിമറും പക്ക മെറ്റീരിയൽ. കാരണം ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലുള്ള കുറച്ച് എന്താ പറയാ നട്ട് കട്ട് സാധനങ്ങളുണ്ട്. അക്ബർ, ഷാനവാസ്, ആര്യൻ ഒരു ടീം ബെൽറ്റ് ആവും. ആ ബെൽറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് പാടുമാണ്. കാരണം ഒരു ടാസ്കും ചെയ്യും, വെർബലി ഒരു സ്ട്രോങ് അവർ അടിച്ചു നിൽക്കും 3 ആളും. അത് ഉറപ്പാണ്. അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. മറ്റും നെവിൻ ചാടി. നെവിൻ നേരെ അനുമോളിന്റെ അടുത്ത് ചാടി. ഇനിയിപ്പോ ഇന്നത്തെ ഈ വീക്കെൻഡ് 2 എപ്പിസോഡ് കഴിഞ്ഞ ശേഷം നെവിൻ തിരിച്ചു ചാടും. ബോംബെക്ക് ഇങ്ങനെ ചാടും. നെവിൻ കള്ളനാ, കാട്ടുകള്ളൻ. നെവിൻ ഇപ്പൊ ഇതൊന്നും മെല്ലെ അനുമോക്കിനെ ഭയങ്കര ഇഷ്ടമായത് അനീഷ് കറക്റ്റ് ആയിട്ട് വൈൽഡ് കാർഡിനെ ജഡ്ജ് ചെയ്തത്. അനീഷ മാത്രല്ല, അനീഷ ആരിന്റെയും ഗിസൈലിന്റെ സിറ്റുവേഷനിൽ ഓർന്നില്ലല്ലോ. അതും കൃത്യമായിട്ട് അനീഷ് പറഞ്ഞല്ലോ. ആദ്യമൊക്കെ നോറയ്ക്കും കൊട്ടന്നെ കൊടുക്കേണ്ട രീതി തന്നെ കൊടുക്കുകയും ചെയ്തു. നോറേന്റെ മുഖം കാണും. അത് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ല അത് മനസ്സിലായി. അതിനുശേഷമുള്ള ആദ്യം പറഞ്ഞേ ക്രീപ്പിലൊക്കെ പറഞ്ഞു ഫേക്ക് വേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴിക്കില്ല. ശൈത്യ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല ശൈത്യ. പക്ഷെ ശൈത്യം എന്താ പറയാ, ഈ വിഷയത്തിൽ എനിക്ക് ശൈത്യനെ കട്ടപ്പൊന്നും പറയാല്ല. കാരണം ഇത് കറക്റ്റാ ചെയ്ത. അതിനിടയിൽ ബിന്നി ഡിപ്ലോമാറ്റിക് ആവാൻ നോക്കി. ബിന്നി പക്ഷെ ആ പറഞ്ഞ സംഗതികൾ ഈ റീസെന്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാളെ ചിലപ്പോൾ ചോദിക്കായിരിക്കും ബിന്നിയും മറ്റേ റെനിയും കൂടി പറഞ്ഞത്. ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ബിന്നി എന്തായാലും എസ്കേപ്പാണ്. ഓക്കെ, ബിന്നി എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഗിസൈലിന്റെ ക്വാളിറ്റി എടുത്ത് പറഞ്ഞത് അക്ബറിന് പറയുന്ന പോലെ തന്നെയാണ്. അവരൊരു ക്വാളിറ്റി കണ്ടസ്റ്റന്റ് ആണ്. അവർ രണ്ടുപേരും ബിഗ് ബോസിന് വേണ്ടി ഉണ്ടാക്കിയ ആൾക്കാരാണ്. സീസൺ 7 പക്ക മെറ്റീരിയൽ ഈ ടീമിന് പറ്റിയ 2 ആൾക്കാരാണ്. അത് അവർ പ്രൂവ് ചെയ്യാണ്, വീണ്ടും പ്രൂവ് ചെയ്യണം. അവർ ഗെയിം കളിച്ചിട്ടാണെങ്കിൽ പോലും ഇന്റൻഷനലി ആണെങ്കിൽ പോലും ദേ ആർ പ്രൂവിങ് ഇറ്റ് അല്ലേ. ഒരു പക്ഷെ ബാക്കി എല്ലാവരെക്കാളും കൂടുതൽ ഗിസൈലിന് ദേഷ്യം പോലും വരില്ല എന്നുള്ളത്. ഭയങ്കര പക്വമായിട്ടാണ് കാര്യങ്ങൾ. സൂപ്പറായി. അത് സിറ്റുവേഷൻ കറക്റ്റ് അസസ് ചെയ്ത് ഒരു പക്ഷെ അവര് 10-14 ഈ പറഞ്ഞ ഷോസ് കഴിഞ്ഞു വരുന്ന ഒരാളാ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രല്ല ശരിക്കും അവർക്ക് നമ്മളായിട്ട് കൺവേ ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ആളാണ്. എന്നാൽ പോലും നമുക്ക് അവരെന്താ കേൾക്കാൻ ഇഷ്ടപ്പെടാനും നമുക്ക് അത് അവര് പറഞ്ഞ എന്തോ ഉണ്ട് കാര്യം കേൾക്കാൻ തോന്നുന്ന വരെ ഉണ്ട്. ഈ ടീച്ചർമാരെ കുട്ടികൾ കേൾക്കുമല്ലോ, അതുപോലെ വീട്ടിലുള്ളവരും ഓരോ കേൾക്കുന്നുണ്ട്, പ്രേക്ഷകരും
വരെ കേൾക്കുന്നുണ്ട്. ഒരു കമാൻഡിങ് പവർ ഒക്കെ ഉണ്ട്. അത് ലാലേട്ടൻ കൃത്യമായിട്ട് അത് പറയും ചെയ്തു, അവരുടെ ആ ഒരു ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അനങ്ങാപ്പാറയായിട്ടിരിക്കുന്നത് അവിടുന്ന് കണ്ടു എന്ന് പറയുന്നത് പിന്നെയും ചോദിക്കുന്നുണ്ട്. അനുമോള് വിട്ടുന്നില്ലല്ലോ. അനുമോളെ സ്കീം എന്താ അറിയോ? മോഹൻലാൽ നുണ പറയും, ഏഷ്യാനെറ്റ് നുണ പറയും, ബിഗ് ബോസ് പറയണോ, അണ്ണാക്ക് കൊണ്ടുവച്ച ക്യാമറ വരെ എല്ലാരും നുണ പറയും. ഞാനേ കണ്ടുള്ളൂ ബാലാമണി 2.0 കടന്ന് വെറുപ്പിച്ചിട്ടുണ്ടല്ലോ. കാരണം എന്താ കുടുംബ പ്രേക്ഷകരുണ്ടല്ലോ. അതെ, കുടുംബ പ്രേക്ഷകരുണ്ട് എനിക്ക്, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ആൾക്കാരൊന്നും കുടുംബത്തിൽ കയറ്റാൻ പറ്റാതെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും കുടുംബ പ്രേക്ഷകരും പറഞ്ഞിരിക്കുക. അല്ല, അത് നല്ല അതെന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിനകത്തിരുന്ന് അത് പറഞ്ഞിട്ടാ മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ആ സാധനം അടിക്കില്ലേ. ഇനി ഇത് അടിച്ച ഒരാളാണ് ജിഷിൻ നാളെ മുതലേ മാറ്റി പറയും. ജിഷിനെ ഞാൻ കവലച്ചട്ടപ്പി പോലെ ആവാന്ന് അതാരാ പറഞ്ഞ അനീഷ് കണ്ടിട്ട് പെടുമ്പോ ഒന്നിങ്ങനെ തമ്മിൽ നിൽക്കുന്നു. പക്ഷെ പെടുത്തൂറിയാണ് ഒറ്റ ചാട്ടം. പിന്നെ ഫോട്ടോന്റെ കാര്യം എടുത്ത് ചോദിച്ചു. അതൊക്കെ എന്താ പറയാ, അനുമോക്ക് ഇനി മനസ്സിലാവില്ല. പിന്നെ അനുമോള് മറ്റേ ഇന്നസെന്റ് നിൽക്കണ നിർത്താൻ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. എന്താ ഇത്രയൊക്കെ ചെയ്തിട്ടും അനുമോൾ ഇത് കണ്ടു എന്ന് പറഞ്ഞ് നിന്നുകൊണ്ടായിരിക്കണം അനുമോക്ക് എന്ത് കൊടുത്തില്ല, പണിഷ്മെന്റ് കൊടുക്കാത്തത്. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്തായാലും എല്ലാവർക്കും കൂടി ഒരു പണിഷ്മെന്റ് കിട്ടി, തുണി അനക്കാനുള്ള പണിഷ്മെന്റ്. അപ്പൊ രേണു പോയതുകൊണ്ടും ശരത്ത് പോയതുകൊണ്ടും അവരുടെ കാർഡ് കിട്ടിയവർക്ക് ഇനിയിപ്പോ എന്താ അലക്കേണ്ട കാര്യമില്ലല്ലോ, അവരെസ്കേപ്പ് ആയി ആ സ്കീമിന്ന്. പിന്നെ രേണു സുധീനോട് ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് മുതൽ തന്നെ മറ്റേ ഹിന്റ് ഇട്ട് കൊടുത്തിരുന്നു, ഉള്ളിൽ വന്ന് തിരിച്ചു പോകുമ്പോ പോരുന്നോ എന്റെ കൂടെ എന്നുള്ള ഒരു ഐറ്റം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ചിരിച്ചിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇറക്കി വെക്കുന്നുണ്ട്. അല്ലേട്ടാ ഞാൻ ഇല്ലേട്ടാ എന്നൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു. ഷാനവാസിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ ആക്ടിവിറ്റിയിൽ ഇരുന്നിട്ട്. ഷാനവാസിന് ഇങ്ങനെ മുട്ടി നിൽക്കണ പോലത്തെ കുറെ സിറ്റുവേഷൻസ് പറയാൻ നോക്കാക്കണാണ് ഈ എപ്പിസോഡിൽ നല്ലത്. സീനോ അല്ല, അത് നാളെ ചിലപ്പോ അവിടെ നേരിട്ട് ചോദിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ നേരിട്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രവീണിന്റെ ഗുണ്ടായിസം. പിന്നെ എന്തിനാണ് അവൻ കയറി പോകുന്നത്? ഈ 4 ആളെ കാണുമ്പോഴത്തേക്കും അക്ബർ പറഞ്ഞ ഗ്ലാസ് ഡോർ തുറക്കുമ്പോൾ പേടിക്കാനാണെന്നുണ്ടെങ്കിൽ പാമ്പേഴ്സ് കെട്ടി കിടക്കുന്നുണ്ടോ ഈ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ? ബിഗ് ബോസ് അത് കൊടുക്കേണ്ട അവസ്ഥയോ? ബ്ലാങ്കറ്റാണ് ബെഡ്ഷീറ്റ് വലിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മൂപ്പർക്ക് എന്താ പറയുക, ഇന്നലെ പഠിച്ചു വെച്ചത് അവിടെ പറയാൻ നോക്കിയത്. ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഇവർ ഒറ്റ ഗ്രൂപ്പായി, നമ്മളിതായി പഠിച്ചു വെച്ചിട്ട് ഫീഡ് ചെയ്ത് വെച്ച് സംഗതി സംസാരിക്കുന്ന പോലെ പൊളിഞ്ഞു തൂഫാനായി. പുതപ്പം കിട്ട ഊരിയപ്പോ ഞാൻ ആകെ ട്രൗസർ ഇട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നത്. നവീന് പിന്നെ എന്താ പറയുക, നവീൻ പോയി തിരിച്ചു വന്നതിന്റെ ഒരു എക്സ്ട്രാ ഓവർ കോൺഫിഡൻസ് നെവിനുണ്ട്. അത് ഇനി മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രേഷം പാടാണ്. അത് ബിഗ് ബോസ് ആയിട്ട് നെവിന് കൊടുത്തൊരു ഓവർ കോൺഫിഡൻസ് ആണ്. അത് പോകാൻ വളരെ പാടാണ്. പിന്നെ നെവിൻ ഭയങ്കര ക്രൂക്കഡ് പ്ലെയർ ആണ്, ഭയങ്കര കണ്ണിങ് പ്ലെയർ ആണ്. നെവിൻ എന്താണ്, നമ്മൾ ഇന്ന് നെവിനെ വെറുത്താലും നാളത്തെ ഒരു എപ്പിസോഡ് ചിലപ്പോൾ നെവിൻ എന്ത് ചെയ്യും, അതെ അത് എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ വേറെ അല്ല. ഞാൻ പറയാം നെവിൻ ക്രൂക്കഡ് ആണ്. നെവിന് അവിടെ ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് അവിടെ ഈസി ആയി ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ആളാണ്. ആരും പറയാൻ പറ്റും, പറ എൻ്റെ ഓപ്ഷൻ പറ. ഒറ്റ ഒരാളെ അവിടെ എല്ലാവർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒന്നും വേണ്ട, ചുമ്മാ ജഡ്ജ് ചെയ്യാൻ പറ്റും ഒരാളെ. പറ വേഗം പറ, സമയല്ല. ഏത് പറ്റേ അങ്ങളാരാ? അനീഷ്. അന്നും ഇന്നും വന്നത് മുതൽ ഇതൊരു മൂപ്പരെ ജഡ്ജ് ചെയ്യാൻ വളരെ സുഖം. മൂപ്പരടുത്ത് മൂപ്പര ഷെയ്ഡ്സ് മാറുന്നില്ല, മൂപ്പര ഒരു സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല, ഗെയിം ചേഞ്ച് ആവുന്നില്ല, ഒന്നുമില്ല. ആ ഉള്ള സാധനം അങ്ങനെ പോവുന്നുണ്ട്. അത് പൊളിക്കാനും ആരെ കൊണ്ടും പറ്റുന്നില്ല, അത് പൊളിയണമില്ല. അല്ല മറ്റേ അമ്മസ്ഥാനിന്റെ കാര്യം എനിക്കിഷ്ടം. ഞാൻ പോലും അറിയാത്ത എന്റെ ജീവിത കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന്. അങ്ങനെ കുറെ ഐറ്റംസ് ഇങ്ങനെ ആര് പോയി അവിടെ കുറച്ചിങ്ങനെ രേണുവിനോടൊക്കെ ചോദിച്ച് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ ലാലേട്ടൻ കഴിഞ്ഞതിന് ശേഷം അല്ലേ പിന്നെ പ്ലാച്ചീനെ കൊണ്ടുവന്നിട്ട് ശരിക്കും അനുമോക്ക് ആ പ്ലാച്ചീനെ കൊടുന്നപ്പോഴത്തേക്കുള്ള ഒരു സംഗതി കണ്ടോ, ഇന്നെത്ര മാറി. അതുവരെ ഇങ്ങനെ ഇരുന്ന് ഏന്നറിഞ്ഞൊന്ന് പൊന്തി. പ്ലാച്ചീന്റെ സാധനം കണ്ടന്റ് വന്നപ്പോഴത്തേക്ക് അല്ല ശരിക്കും നന്നായി ബിഗ് ബോസ് ചെയ്തത്. കാരണം എന്താ, ബിഗ് ബോസ് ഷോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട്ടുകാർ വന്ന സമയത്ത് എവിടെയും ദൈവത്തിന്റെ ഐഡൽസും സാധനങ്ങളൊന്നും അവർ ബ്ലർ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനത്തെ ദൈവപരമായിട്ടുള്ള സിമ്പിൾസ് ഒന്നും ഇപ്പൊ ഡ്രസ്സിന്റെ മുകളിലുള്ള കൃഷ്ണനടക്കം അവരും കാണിച്ചിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അന്ധവിശ്വാസങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്ഥാനവും ഇല്ല. അന്ധവിശ്വാസം എനിക്ക് കിട്ടും, ഞാനൊരു വിശ്വാസിയല്ല, അപ്പൊ എനിക്ക് തോന്നുന്ന അന്ധവിശ്വാസമാണ്.
വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ എന്തില്ല. അല്ല ഈ ഡോളൊക്കെ കൊണ്ട് ഈ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, ഇതൊക്കെ ഒരു ബോറം പരിപാടിയാണ്. ഇനി അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഇത് ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ കാണിക്കുകയും തമാശന്റെ പേരിൽ കാണിക്കുകയാണെങ്കിലും ആ വീട്ടിലൊരു നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യം എന്തിനാണ് ഈ സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം? അനുമോളല്ലേ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോ അനുമോളെ നോട്ടം കണ്ടിങ്ങനെ ഭയങ്കര അതാ അക്ബർ പറഞ്ഞേ ഇങ്ങനെ നോക്കുന്നു ഭാവേനെയും വെച്ചിട്ട്. അതുകൊണ്ടാണ് അനുബല്ല എന്ന് വിളിക്കുന്നത്. അതെ, അത് ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ട്രോൾ ചെയ്തിട്ടുണ്ട് ആ സാധനം. എന്താണെങ്കിലും ആ പാവേന്റെ സാധനം അവിടെ നിന്നപ്പോഴത്തേക്ക് 36 കോൺഫിഡൻസ് ആണ് കയറി. ഇത്ര നേരം ഇന്നെ അടിച്ചു പിന്നെ തലോടുകയാണെന്നുള്ള സാധനത്തില് പാവ വെച്ചിട്ട് ഒരു പരിപാടി കണ്ട് ഇറക്കി. അതൊന്ന് കുറച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ ശരത്ത് പോയിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, വിടില്ല. എന്താ പറയാ, അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചപ്പോ നീ കണ്ടാ വെച്ച് പോയിട്ട് അതൊക്കെ കണ്ടിട്ട് പോലും ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ അവിടെ നിന്ന് കൂറ്റിക്ക്. ഇതൊക്കെ ശരിക്കും കുടുംബ പ്രേക്ഷകർ കാണണം. നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിഷ്കളങ്കതയും ചമഞ്ഞ് ഭയങ്കര മലയാളി തനിമയും കാണിച്ചു നടക്കണ ഇതിന്റെ ഉള്ള് ഗൂഢവിഷം. എന്താ പറയാ, ഇത് അനുമോക്ക് സത്യത്തില് ഇവിടെ ക്യാമറ ഉണ്ടെന്നും ഇതൊരു സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ കട്ട് ഒരു സീരിയൽ പോലെയാണെന്നും, ഞാൻ എന്നും രാവിലെ ക്യാരവനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരും, മേക്കപ്പ് ഇടും, ഞാൻ അവിടെ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കും, തിരിച്ചു പോകും. അനുമോളെ സ്കീം അതാണ്. അത് ഇന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ അനുമോക്ക് പൈസക്ക് ലാലേട്ടൻ തുറന്നു പറഞ്ഞാൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല, കളിച്ചാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ടിപ്പ് ഇതൊന്നും ഉണ്ടാക്കി തരണ്ട. അങ്ങനെ മസ്താനിക്ക് വരാം, മസ്താനിക്ക് നമ്മള് വരാം. ലാലേട്ടൻ പറഞ്ഞ മാതിരി മസ്താനിക്ക് ഞങ്ങൾ വെച്ചു അവിടെ നിൽക്ക്. അപ്പൊ പിന്നെ വന്നു പാട്ട്, അടിപൊളി പാട്ടായിരുന്നു അക്ബറിന്റെ. അത് കഴിഞ്ഞ് എല്ലാരും ഓണം വിഷ് ചെയ്തു, ഓണം വിഷ് ചെയ്യണു എല്ലാരും. അതെ, അങ്ങനെ അത് കഴിഞ്ഞു. ഫാമിലിനൊക്കെ എല്ലാരും കണ്ടു, എല്ലാരും ഹാപ്പിയായി. അതിനുശേഷം മറ്റേ ഇത് തിരുവാതിരക്കളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പാട്ട്. അക്ബറിന്റെ പാട്ടിന് ലൈവില് മറ്റേ ഉണ്ടായിരുന്നു, മറ്റേ നിവിൻ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാർ ആണോ നമ്മള് നാട്ടുകാരാണോ ഹോട്ട്സ്റ്റാർ വഴി സെലക്ട് ചെയ്തത്? അതില് ബിഗ് ബോസ് അല്ല, ഞാനാണ്. ഇതില് നവീൻ എന്തായാലും ചെയ്തത്? നവി ഒന്നും ചെയ്തില്ല, വെറുതെ ഒപ്പിട്ട് കൊടുക്കാൻ അവിടെ പോയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് രേണുസുധീനെ പോണ പോക്കിന് കൊണ്ടുപോയി. രേണുസുധി പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞു കേട്ടോ, ട്രോമയാണ്, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഇങ്ങനെ പറ്റി. ഇപ്പൊ എനിക്ക് തിരിച്ചത് വന്നു. അവരുടെ പല എക്സ്പ്ലനേഷൻ ആണ് രേണുസുധീന്റെ. ആ വീഡിയോ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡൗൺ ആയി. ആ അന്നത്തെ വോട്ട് രേണുസുധീനെ ഒന്നാമത് പറഞ്ഞു വിടാൻ കാരണം ഇത് ചോദിച്ചോണ്ടല്ല, ആ വീട്ടിലെ പഞ്ചസാര, ആ വീട്ടിലെ പച്ചരി ഒക്കെ എടുത്ത് തിന്നാണ്. റേഷൻ കഴിഞ്ഞു പോവല്ലേ. ഇന്ന് രേണുസുധീനെ പേടിച്ചിട്ട് ഇവര് പഞ്ചസാര സാധനമൊക്കെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അനുമോള് കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, എന്തിനാ ചേച്ചി പച്ചരി തിന്നണത്, വെറും പഞ്ചസാരയൊക്കെ കഴിച്ചാണ് അത് അവിടെ. അതെ, എന്താണ് രേണുസുധി അങ്ങനെ ഇറങ്ങുന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കിച്ചുവിനെ കാണിച്ചപ്പോ എന്റെ കിച്ചുട്ടാ എന്റെ ഹൃദപ്പാന്നുള്ള കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ പോയി. ഇനിയിപ്പോ രേണുസുധീന്റെ വോട്ട് ബാങ്ക് ആർക്കും അറിയുന്നു എനിക്കിപ്പോഴും അറിയില്ല. രേണുസുധീന് ഒരു ഹെൽത്തി വോട്ട് ബാങ്ക് ഉണ്ടെന്ന് അറിയാം, അത് ആർക്കും അറിയുന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ആർക്കും വേണല്ലേ, ആർക്കും വേണത് ചിലപ്പോ പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ആവാം. എന്താണെങ്കിലും അങ്ങനെ രേണുസുധിയാണ് പോയി. ലാലേട്ടൊന്നും കെട്ടിപ്പിടിച്ചത് പോലും ഇല്ല, പേരുണ്ടാവുന്നുണ്ട്, അടുപ്പിച്ചില്ല. എന്നാലും ഇനി അത് പറയാം, ഏത് രേണുസുധി ടീംസിന് രേണുസുധിക്ക് പറയാം, ഇത് ലാലേട്ടന്റെ കൈ പിടിച്ചാണ് ഞാൻ പുറത്തായത്, ലാലേട്ടനാണ്. ഇനി എന്തായാലും അങ്ങനെ തന്നെ പറയണ്ടവാ, ലാലേട്ടൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. ഞാനതല്ല ആലോചിക്കണേ, ഞാൻ ഞായറാഴ്ചത്തെ കൊച്ചിയിലെ ഒരു എയർപോർട്ടിലെ അവസ്ഥ ഞാൻ അതും കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ ചാനലിൽ വന്ന് എന്തൊക്കെ ആയിരിക്കും പറയാന്നുള്ളതാണ്. ലാലേട്ടന് ഫെയിം ആവാൻ വേണ്ടി ലാലേട്ടൻ കൈയും പിടിച്ചു. വേറെ കാര്യമുണ്ട്, കറക്റ്റ് സമയത്ത് രേണു ഇറങ്ങി. രേണുവിന്റെ എന്തോ ഒരു മറ്റേ പ്രഗ്നൻസി കേസ് ഒക്കെ പുറത്തുള്ള സമയമാണ്. രേണു ഞാൻ എന്തൊക്കെയാ റിപ്ലൈ രേണുവിനേക്കാളും എന്താന്ന് പറയുമ്പോ രേണുവിനേക്കാളും പുറത്ത് നമ്മളെ കൂടുതൽ ഇത് പറയാവും. രേണു അഭിനയിച്ച് ഒപ്പം നിന്ന് കുറെ നേരം സംസാരിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഒന്ന് ദാസേട്ടൻ, പിന്നെ ഒന്ന് നമ്മളെ ജോസ് പെരേര, പ്രതീഷ്, പിന്നെ ലാലേട്ടൻ. അങ്ങനെയൊക്കെ ആവും ഇനിയിപ്പോ പുറത്തു വരാം. അല്ല വേറെ കാര്യമില്ലേ, ലാലേട്ടന് ബർത്ത്ഡേ വിഷ് കിട്ടി, ലാലേട്ടൻ കൈ പിടിച്ച് പുറത്തിറക്കി, ഞാൻ എന്തൊക്കെ ഉണ്ടായേ മനസ്സിലായി. പിന്നെ ഇനി പറയാന്നറിയോ, ഞാൻ സ്വയം ക്വിറ്റ് ചെയ്തതാന്ന് പറയും. അതാണ് ഇനി പറയാൻ പോണേ, ഞാൻ സ്വയം ക്വിറ്റ് ചെയ്തതാണ്, എനിക്ക് ഓട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ സ്വയം ഇറങ്ങി പോകുന്നതാണ്, ഇതാവും പറയാൻ പോണത്. ലാലേട്ടൻ പറയും ചെയ്തു ഓട്ടൊക്കെ ഉണ്ടല്ലോ. ആ വീട്ടിൽ ആർക്കും രേണുസുധി പോയതിന് ഒരു സങ്കടം. എവ്രിവൺ ആർ ഹാപ്പി അല്ലേ, എവ്രിവൺ ആർ ഹാപ്പി. ഒരു ഇമോഷൻ ഇല്ല, നോ രീതിയിലുള്ളതും പ്രശ്നം ഉണ്ടാക്കിയില്ല, നല്ലതും ഉണ്ടാക്കില്ല, ഒരു ഇമ്പാക്ട് കണ്ണടച്ച കിടക്കണത് ഞാൻ കണ്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആൾക്കൊരു
പോയതിനെ കുറിച്ച് ഒരു ഇമോഷൻ ഇല്ല അവർക്കൊരു വിഷയമല്ല ആ ഒരു സാധനമൊക്കെ നല്ലതുണ്ട്. നമുക്ക് എന്ത് ടെൻഷൻ വരുമ്പോഴും ആ ഞാൻ 36 പുറത്താണെങ്കിൽ റീൽ ചെയ്തോളൂ. പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം, രേണുസുതി ബിഗ് ബോസിൽ കണ്ടന്റ് അല്ലെങ്കിലും ബിഗ് ബോസിന് പുറത്ത് ഹെവി കണ്ടന്റ് ആണ്. ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ TRP ഒക്കെ കൂടുതൽ ചിലപ്പോൾ രേണുസുതിയുടെ കണ്ടന്റുകൾ TRP കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലാലേട്ടൻ എഗെയിൻ ഒരാളും കൂടി പോകുമെന്ന് പറഞ്ഞു. നോൺ ഐ ഹാവ് എക്സ്പെക്റ്റഡ്, ലൈക്ക് വീട്ടിലുള്ള ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പാനി ശരത്ത് പോകുന്നുള്ളത്. പക്ഷെ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഇന്നലെ മുതൽ അപ്പാനിക്കറിയാം, അപ്പാനി കൃത്യമായിട്ട് ആര്യനോട് പറഞ്ഞു. ബിന്നി പോയപ്പോഴും മസ്താനി ചാടി കളിച്ചു. ഇനി ആ മസ്താനിക്ക് വരാം. ശരത്തിന്റെ പോക്കിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പാനി ശരത്തിന്റെ പോക്ക് എക്സ്പെക്റ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ലിസ്റ്റിലുള്ള ആളുകളിൽ ഒരു 3-4 ആളുകളിൽ അപ്പാനി വാസ് ദെയർ. ഓക്കെ, ഈവൻ അപ്പാനിയുടെ ബ്രദർ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അപ്പാനിയുടെ ബ്രദറിനോട് പറഞ്ഞു ഈ ആഴ്ച സർവൈവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വല്ല ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ അയാൾ പോകും. ഇതിൽ ഈ ഒരു ഗെയിമിൻ്റെ ലാസ്റ്റുള്ള ആ തൊപ്പി ഇത് മുതൽ എനിക്കുള്ളൊരു ഡൗട്ട് ഞാൻ പറയാം. സംവെയർ ഒനീൽസ് ഗെറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. ഒനീലിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ? വാട്ട് ഐ ഫീൽ ബിക്കോസ് ഒനീലിൻ്റെ ആ തൊപ്പിയുള്ള ടാസ്ക് ഒനീലിൽ ലേസി ആയി കളിച്ചുകൊണ്ട് അനൂറ ജയിച്ചത്, അല്ലെങ്കിൽ ഈസി വാക്കാണ് ആയിരിക്കും ഒനീലിന് ആ സാധനം. എനിക്ക് തോന്നുന്നത് അപ്പാനി പോണതിനേക്കാൾ കൂടുതൽ ഒനീൽ ഡിസേർവിംഗ് ആണ് പോവാൻ. ഓക്കെ, അപ്പൊ അന്ന് ഒനീൽ രക്ഷപ്പെട്ടു. എഗെയിൻ കംസ് ടു ദിസ്, ഒനീലിന് എന്തായി? ഒനീലിന്റെ ചാൻസ് വന്നില്ല, അപ്പാനിന്റെ ചാൻസ് പോയി. ഈ അപ്പാനി ചാൻസ് വരാൻ കാരണം ലാലേട്ടൻ ഒരു സാധനം ഇങ്ങനെ പറയുന്നത് കേട്ടോ അവിടെ ആദ്യം മുതൽ, അപ്പാനീൻ്റെ അത് ശരിയല്ല, അപ്പാനി ഇത് ശരിയല്ല. ലൈക്ക് അപ്പാനീന് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് എന്തോ എനിക്ക് എന്തോ ഡൗട്ട് കിട്ടോ. ഇനിയിപ്പോൾ അവർ അറിയില്ല വൈഫറ്റെ വിളിക്കണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. കാരണം എനിക്ക് വോട്ടിങ്ങിൻ്റെ സ്റ്റിൽ ഐ കൺഫ്യൂസ്. ലൈക്ക് നാളെ ഞാനാ പോവാ നമുക്കറിയില്ല. പക്ഷെ അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ തന്നെ പോയതും നന്നായി. കാരണം അയാൾക്ക് ഒരു ഇമേജിലാണ് അയാള് സംസാരം സത്യമായിട്ട് പറയും. ദേഷ്യം പിടിച്ച ആളെ സംസാരത്തിന്റെ സ്റ്റൈലൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, അത് അപ്പാനിനെ പുറത്താക്കാനുള്ള ഒരു കാരണം ഒനീലിന്റെ മുകളില് എനിക്ക് തോന്നുന്നത് വോട്ടിങ്ങിനേക്കാൾ കൂടുതൽ അപ്പാനിന്റെ ബിഹേവിയർ ചേഞ്ച് ആവുമ്പോ അപ്പാനി എക്സ്പോസ്ഡ് ആവും. അപ്പാനിന്റെ ദേഷ്യം അറഗൻസ് സാധനങ്ങളൊക്കെ പക്ഷെ അങ്ങനെയല്ലേ അയാളുടെ കരിയർ പോവും അയാളത്. അത് ഭയങ്കര സീനാണ്. കാരണം അതൊരു ആക്ടർക്ക് അത് ഭയങ്കര ഇമ്പാക്ട് ആണ്. ഇവിടെ ഓൾറെഡി കുറെ ആക്ടേഴ്സിന് അവിടെ പോയിട്ട് ബിഗ് ബോസ് പോയി തിരിച്ചു വന്നിട്ട് സിനിമ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. ഈ അപ്പാനി രവി മനസ്സിലായോ, ഭയങ്കര ഒരു ബാഗേജ് ആണത്. തോട്ടറിയാൻ പോയാൽ നീ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു ഐറ്റം ഭയങ്കര സംഭവമാണത്. അത് ഒരു നടനൊരു ദുൽഖർ സൽമാൻ അടക്കം വലിയ നടന്മാര്, ഫഹദ് അടക്കം, എന്തെങ്കിലും ഒരു ഐക്കോണിക് ഒരു വില്ലൻ ഡയലോഗ് ഉണ്ടോ? ഇല്ല. ഈ നടന് ഇയാൾ എത്ര സിനിമ അഭിനയിച്ചില്ലെങ്കിലും നീ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല. ഈ തോട്ടിയും ഈ അപ്പാനി രവിയും ഇറ്റ്സ് ആൻ ഐക്കോണിക് സാധനം അല്ലേ. അങ്ങനെ സാധനം കിട്ടിയ ഒരാൾക്ക് ഇനി കൂടുതൽ ദിവസം അപ്പാനി ശരത്ത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ മുകളിൽ എനിക്ക് തോന്നുന്നത് വൈ അപ്പാനി ശരത് ബിഫോർ നടന്മാർക്ക് കിട്ടിയിട്ടുള്ളതാണ് അവർ ചെയ്ത നല്ലൊരു ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത്. ഭാഗ്യം കിട്ടിയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് പോയത് ഒരു നന്നായി. അല്ലെങ്കിൽ ഇനി ആളെ വായന്ന് കൂടുതൽ പ്രത്യേകിച്ച് മസ്താനിന്റെ ഒക്കെ പോലത്തെ സാധനങ്ങൾ അതിനുള്ളിൽ നിൽക്കുന്നിടത്തോളം. ഈ മസ്താനി പറയുന്ന വാക്ക് ലൈവില് ഞാൻ കേട്ടിട്ടില്ല. അതിലും വലിയ സീനാണ് ആരോട് പറഞ്ഞത്? ആദിലേനോടും നോറേനോടും പറഞ്ഞത്. വായയ്ക്ക് ഭക്ഷണം വാരി കൊടുത്ത അവരോട് പറഞ്ഞ വാക്ക് നമുക്ക് ലൈവില് നമുക്കതറിയാം. അവരായിട്ടുള്ള സീൻ. അപ്പൊ ആദിലേനായിട്ട് മൂപ്പര് പോയിട്ട് അത് സോൾവ് ചെയ്തത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പാനി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാനി അത് സോൾവ് ചെയ്യും. അങ്ങനത്തെ ഒരു മനുഷ്യനാന്ന് പറയും. അപ്പൊ ഈ ആദിലേനോടോ നോറേനോടോ പറഞ്ഞ വാക്കിനേക്കാൾ വലുതൊന്നും ആയിരിക്കില്ല അവിടെ മസ്താനിനോട് ഉപയോഗിച്ചത്. മസ്താനിന്റെ തേർഡ് റേറ്റ് ഗെയിം, ലോ ക്ലാസ് തേർഡ് റേറ്റ് ഗെയിം. സംഗതി അവള് ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ ആ ഗെയിം തേർഡ് റേറ്റ് ഗെയിമാണ്. ആ ഗെയിമിന് വേണ്ടിയിട്ട് ആ സാധനം ഉപയോഗിച്ചു. അതാണ് ഉണ്ടായത്. എന്താണെങ്കിലും അപ്പാനി ശരത്ത് പോയി. ഞാൻ പറഞ്ഞു അക്ബർ പൊട്ടി, എല്ലാരും പൊട്ടും. കാരണം അല്ല പ്രേക്ഷകർക്ക് ഇതൊരു ഭയങ്കര ഷോക്കിംഗ് അല്ല, പ്രേക്ഷകർക്ക് അല്ലടി, പക്ഷെ വീട്ടിനകത്ത് ഷോക്കിംഗ്. ഇനി എല്ലാരും ഉണർന്നിരിക്കും. മസ്താനിക്ക് പക്ഷെ എത്ര കൊട്ടിട്ടിട്ടും അനുമോളെ ചേച്ചിയായിട്ടായിരിക്കണം ഇപ്പോഴും. മസ്താനി ഇനി ഞാൻ പറയട്ടെ, മസ്താനി ഇത്രത്തോളം ഷോ കാണിക്കാൻ ബിന്നി പറഞ്ഞതാണ് കറക്റ്റ്. അടുത്ത ആഴ്ച ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു. ഈ നമ്മളെ അനുമോളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോ എന്തുകൊണ്ട് ബോയ് ഫ്രണ്ടിനെ പറഞ്ഞത്? മസ്താനി അവിടെ ഇരുന്നിട്ട് ഈ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നില്ല, എന്റെ വായന അല്ല അത് വരേണ്ടത്, മനസ്സിലായോ? അത് അങ്ങനത്തെ ഒരു ഡയലോഗ് മസ്താനി അവിടെ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
മസ്താനിയിലെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് മുഴുവനായിട്ട് പറയേണ്ടിയിരുന്നു മസ്താനി. ഈ പുറത്തിറങ്ങിയ മസ്താനി വീഡിയോ കാണണം, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി പറയുമ്പോൾ സ്വന്തം കാര്യത്തിൽ എന്താണെന്നുള്ളത് നാട്ടുകാരും അറിയില്ല, അന്വേഷിക്കില്ല എന്നുള്ളൊരു സ്കീം അതന്നെയായിരിക്കും. അപ്പാനി ആരോ ഒന്ന് പറഞ്ഞല്ലോ, ഈ എല്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ല. ഇല്ല, ആർക്കും അറിയില്ല. ഇവക്കറിയാം, റെനക്ക് ചിലപ്പോ അറിയുമായിരിക്കും. അങ്ങനത്തെ ഡയലോഗൊന്നും മസ്താനി വേണ്ട, അങ്ങനത്തെ കളികളൊന്നും വേണ്ട. അതൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ. അകത്തുനിന്നുള്ള സാധനത്തിൽ അവനാനും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം മറ്റേ എന്താ പറയാ, ഡയലോഗ് എന്താ അറിയോ, ഞാൻ ഒരു കാര്യം പറയാം, ഈ ഗെയിം കുറെ ഇമോഷണലുമാണ്. ഓക്കെ, ഗെയിമാണ്, നല്ല ഗെയിമേഴ്സ് ആവണം, എന്ത് ഗെയിം കളിച്ചാലും ഗെയിം കളിക്കണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ബിഗ് ബോസ് ഈസ് എൻ ഇമോഷൻ. ഈ ഒരു ഇമോഷൻ ഉണ്ട്. ഞാൻ ഒരു ഇമോഷനും ഇല്ലാതെ അതിനകത്ത് പോയ ഒരാൾക്ക് എനിക്ക് ആ ഒരു ഷോ തന്ന കുറേ ഇമോഷൻസ് ഉണ്ട്, മനസ്സിലായി? എനിക്ക് കിട്ടിയ എൻ്റെ ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇമോഷൻസ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമോഷണൽ സ്പേസും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രേക്ഷകർക്ക് ഇത്ര ഇമോഷണൽലെസ് ആയി, അല്ലെങ്കിൽ ഇത്ര ഗ്രഡ്ജുള്ള, അല്ലെങ്കിൽ ഇത്ര വൈരാഗ്യ ബുദ്ധി ഉള്ള ഒരാളെ ഒരു ചീത്ത പറഞ്ഞു എന്നുള്ളതിന്റെ മുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ, അവർക്ക് അതൊന്നുമല്ല വിഷയം. അവർക്ക് അവിടെ ഒരു മാസമാവണം. ആ മാസമാവാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ എന്ത് ചെയ്ത് അവിടെ അപ്പോഴൊന്നും കുഴപ്പമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് ആ ഒരു വാക്കുകൊണ്ടാണ് എനിക്ക് അത്രയും അറിയുന്നത്. അതൊന്നുമല്ല, അത് മറ്റേ നമ്മളെ ഇവളടുത്ത് കാണിച്ച ഫിംഗർ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അത് കിടന്ന് ചെയ്തു. അതെ, പല വൃത്തികെട്ട ആക്ഷൻസും റെന ഫാത്തിമേനോട് പറഞ്ഞും കാണിച്ച ആളാണ്. ഇപ്പുറത്ത് അപ്പാനിശരത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, മറ്റേ കാർഡ്, വിക്ടിം കാർഡ്, സ്ത്രീ കാർഡാണ് ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ കാർഡ് ഇറക്കണ ഒരു ക്വാളിറ്റി വേണം. അല്ല, അനുമോക്ക് പറ്റിയ പെർഫെക്റ്റ് മാച്ചാണ് അനുമോക്ക് പറ്റിയത്. അല്ലാതൊന്നും അതിൽ പറയാനില്ല. അനുമോളൊപ്പം ചാരി ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും, നല്ല കോംബോ ആയിരിക്കും അത്. പിന്നെ അതേപോലെ മറ്റേ സംഭവം, മറ്റേ അനുമോളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം മസ്താനി എന്ന് പറഞ്ഞു മനുഷ്യ അല്ലെങ്കിൽ തന്നെ മാനം കിട്ടും. കളി മാറ്റുണ്ടോ? ജിഷി വൈൽഡ് കാർഡ്സിന്ന് മാറിയിട്ട് ജിഷി ഇപ്പുറത്ത് വീട്ടുകാരൊപ്പം കുറച്ച് കൂടി കളിക്കാൻ തുടങ്ങി. കാരണം ജിഷി നോക്കുന്ന സമയത്ത് സാബുമാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രവീൺ മമ്മയാണ്. അല്ല, ജിഷിൻ എന്താണെങ്കിലും അനുമോളൊപ്പം നിൽക്കൊന്നുമില്ല. അല്ല, അത് ചാടും, ജിഷിൻ ചാടും. ജിഷി പ്രതി പിന്നെ എന്താ, ജിഷിന് വേറെ സീൻ ഉണ്ട്. ജിഷിന് ഒരു പരപ്പൊട്ടര, ആര് പോയി മുട്ടി കൊടുത്താലും കയറിപ്പോകും. പിന്നെ അവിടെ വീട്ടുകാർ അക്ബറിന്റെ ഒപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. അക്ബർ നല്ല ലാലേട്ടൻ പോസിറ്റീവ് ഉള്ള രീതിയിൽ സംസാരിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, ആര്യൻ, ഗിസേൽ, അക്ബർ, ഷാനവാസ് ഒരു ബെൽറ്റ് ആവും. ബിന്നി ചിലപ്പോ അവിടെ ഇങ്ങനെ മണപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. റെന ഫാത്തിമ ഒരു ബെൽറ്റ് ആവും. അവരൊരു ബെൽറ്റ് ആയിട്ട്, കാരണം അപ്പാന് പോയതിന് കളിക്കാൻ മാത്രല്ല ഇതില് മസ്താനിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും. കാരണം ഇവരെല്ലാരും കൂടി ഞെട്ടിക്ക് ഈ ഒരു ദേഷ്യത്തിന് മസ്താനിന്റെ പിന്നാലെ പോവുകയും ചെയ്യും. മസ്താനിക്ക് കുറെ കണ്ടന്റ് കിട്ടും. മസ്താനിന്റെ ആവശ്യം അതാണ്. അക്ബർ ആ ചിരിച്ചതിനുള്ളത് എന്തായാലും അക്ബർ എന്തായാലും അതിന് വെച്ചിട്ടുണ്ടാവും. അത് മസ്താനിക്ക് കണ്ടന്റ് ആണ്. ആ സമയത്തൊക്കെ നോക്കുമ്പോൾ മസ്താനിന്റെ ഗെയിം അത്ര വേണം, പക്ഷെ അത് തേർഡ് റേറ്റ് ഗെയിമാണ്. ഇവരൊക്കെ ഇങ്ങനെയും കളിക്കും. ഒറ്റയ്ക്ക് കളിക്കുന്നത് ഒന്ന് അനീഷും കളിക്കും, ഒന്ന് ഗീസേലും കളിക്കും. വേറെ അവരുടെ രീതിയിലുള്ള കളി കളിക്കും. നെവിൻ, നിങ്ങൾ ഗിസയിൽ ഒറ്റയ്ക്ക് അല്ല, ഈ ഗിസയിൽ ഒറ്റയ്ക്ക് ഞാൻ പറയില്ല. കാരണം എന്താ, ഗിസയിലിന് എല്ലാരും ഇമോഷൻസിനും വാല്യൂ കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷെ മുപ്പത്തി അത് ഗെയിം ആയിട്ടല്ല. അല്ല, അതാണ് അതിപ്പോ ചില കാര്യങ്ങളൊക്കെ ഹ്യൂമാനിറ്റി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അനുമോളായിട്ട് ജയിലിൽ കിടക്കുമ്പോ അനുമോളൊക്കെ ചില കാര്യങ്ങൾ അവര് ഹ്യൂമാനിറ്റി ആണെന്ന് കാണിക്കാൻ പോർട്രേറ്റ് ചെയ്യാനും ചെയ്യുന്നുണ്ട്. ചിലത് അവരെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ആയത്. ഓക്കെ, പിന്നെ ഉള്ള നമ്മളെ ബോംബെ ആര്യൻ, രൺബീർ കപൂർ, ലൈറ്റ് അവളെന്നോ എന്താ പറഞ്ഞു, ചെറ്റ മസ്താനി എന്താ പറഞ്ഞു, എന്തോ ഒരു സാധനം എടുത്ത് അടിച്ചു മൂപ്പരാ സാധനം. എന്താണെങ്കിലും എനിക്ക് അത് ആര്യനും കൊടുക്കും. ആര്യന് വെറുതെ അനീഷാണ് മസ്താനിക്ക് കൊടുത്ത കൊട്ടല് പറയടി പറഞ്ഞു. ഞാനും കൂടി അറിയാത്ത എന്റെ ജീവിതകഥയാണ് ഇവിടെ മസ്താനി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പറയാൻ വേണ്ടിട്ട് പറയുന്നത്. അതിന് ശേഷം എന്നോട് വായ തുറന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അല്ലേ, നല്ല ഒരു കിണ്ണം കാഴ്ച എപ്പിസോഡായിരുന്നു. വീട്ടിലെത്തിയിരിക്കുകയാണ്, തിരിച്ചു പോന്നിരിക്കുന്നു.
അപ്പാനിയേട്ടനും കൂടി ഒപ്പം വരും. അപ്പാനി വന്നോണ്ട് വലിയ ഇമ്പാക്ട് ഒന്നുമില്ല. രേണു ചേച്ചി ഭരിക്കും ഇനി. നാളെ നീലക്കുയില് ICG സെലി സ്പോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബിഗ് ബോസിന് വരെ ഒരു വെല്ലുവിളി ആയിരിക്കും ലാലേട്ടൻ. അല്ല നമ്മളെ ഇയാള് ഫയർ ഫയറ്. ചേച്ചി ഫയറാണ്. പക്ഷെ ഉണ്ടല്ലോ അവരുടെ ഒരു ബേസിക് ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പാവാന്ന് മനസ്സിലായി. അതുണ്ട്. അവര് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിരുന്നു ലാലേട്ട. എനിക്ക് ആ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ ഒരിക്കൽ പോലും എന്നെ അത്രയും നെഗറ്റീവ് കേട്ടിട്ട് ഞാൻ ഒരു ദിവസം ബിഗ് ബോസിൽ കയറിയിട്ട് ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഞാൻ നടത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡയലോഗ്. അത് കൊള്ളാം. സൂപ്പർ. കൈയടിച്ചു പോടെ ആൾക്കാരെല്ലാരും നല്ല രസം. അതാണ് മാസ്. പക്ഷെ നെഗറ്റീവ് അവരായിട്ട് ഉണ്ടാക്കണതാണ്. ഇനി അടുത്ത ഉണ്ടാക്കും ഇനി അത് അവരിനി ഉണ്ടാക്കും. അവർക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഉണ്ടാക്കിയേ പറ്റും. അപ്പൊ അവരുണ്ടാക്കൊണ്ടേ ഇരിക്കും അത്. പക്ഷെ ഇവരെന്താ വേറെ കുഴപ്പമെന്ന് അറിയോ? ഇവര് കുറച്ച് മണ്ടത്തിയാണ്. ആരെങ്കിലും ഷോക്കെതിരെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിനും തലയാട്ട്. മനസ്സിലായോ? അവരോട് ചോദിച്ചുകൊണ്ടാണ് അതിന് നമ്മളെ മാസ്റ്റർ അവിടെ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. തങ്കച്ചൻ ചേട്ടനോ? അയാൾ അതിലും വലിയ നാണക്കേടൊന്നും ഇനി പറ്റാൻ പോണില്ല. അതെ, അതുകൊണ്ട് അത് അവിടെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു കപ്പ് ഒരു നാണം കെട്ടവന്റെ കയ്യിലുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനും പേടിക്കണ്ട. ഇപ്രാവശ്യം ബിഗ് ബോസ് അങ്ങനെ ഇങ്ങനെ ആർക്കും കൊടുക്കും എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് കളിക്കുന്നവർക്ക് തന്നെ കിട്ടലുണ്ടാവുള്ളൂ. അതെ, ബിഗ് ബോസ് സീസൺ 6 ഉണ്ടോ ലാലേട്ട ചോദിച്ചാൽ അങ്ങനെ സീസൺ ഉണ്ടാവും. എന്ത് ചോദിച്ചാ പിന്നെ എന്നാൾ പറയുമ്പോൾ 5 കഴിഞ്ഞിട്ട് 7 അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ പോകുന്നു അല്ലേ. നാളത്തെ വെയിറ്റിംഗ് ആണ്. പ്രമോ നമ്മൾ കണ്ടിട്ടില്ല. പ്രമോ വന്നു നമുക്ക് അറിയില്ല. കൊട്ടണം, എണ്ണി വെച്ച് കൊട്ടണം. മസ്താനിക്കും അനുമോൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇഷ്ടപ്പെട്ടു. കണ്ണോട്ട് വേറെ കാര്യമുണ്ട്. മസ്താനി അനുമോൾ PR-നെ കോണ്ടാക്ട് ചെയ്തിട്ട് PR നടന്നിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും PR-ന് കൊടുത്തിട്ടുണ്ടാവും. മസ്താനിയുടെ PR കൊടുക്കാതിരിക്കൊന്നുമില്ല. അത് ലാലേട്ടന് തൊണ്ടയില് വെള്ളം പറ്റിച്ച് അവസാനിക്കുക എന്നുള്ളതല്ലാതെ ഇവര് രണ്ടാളെയും ഭാവമാറ്റോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിനൊരു മാറ്റമൊന്നും വേറെ ഉണ്ടാവില്ല. അനുമോൾ അടുത്ത പ്രാവശ്യവും നല്ല തുളസിക്കതിരൊക്കെ വെച്ച് ഇനിയും വരും. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്തുന്നു. നാളത്തെ എപ്പിസോഡിന് വെയിറ്റിംഗ് അല്ലേ. പ്രമോ എന്തോ ഒന്നുണ്ടോ നോക്ക്.